ഇതിപ്പോൾ തലക്കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഇതാണെങ്കിൽ ഇത് ചെമ്മീൻ അല്ലേ ചേച്ചി? ചെമ്മീൻ തോരൻ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തിരുവനന്തപുരം ജില്ലയിലാണ്. ഇത് പ്രധാനപ്പെട്ട നമ്മുടെ ബൈപ്പാസ് ചാക്ക. അപ്പോൾ അവിടെ ഒരു സർവീസ് റോഡിൽ അപ്പൂസ് ഹോട്ടൽ. കുറച്ച് പേരുകളാണ് വ്യത്യസ്തമായിട്ട്. ആദ്യം നമുക്ക് ഈ കടയിലോട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന പേരുകളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും. മീൻ പൊട്ടിത്തെറിച്ചത്, മീൻ മരം ചുറ്റിയത്, കണവ മിണ്ടിപ്പാഞ്ഞത്, ഇങ്ങനത്തെ സൈസ് പേരുകളൊക്കെയാണ്. അപ്പോൾ സീ ഫുഡാണ് പ്രധാനമായിട്ട് വരുന്നത്. അവരൊരു ഫാമിലി നടത്തുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഊണിൻ്റെ വിശേഷങ്ങളാണ്. ഊണിനേക്കാൾ ഉപരിയായിട്ട് പറയാനുള്ളത് ഇവിടുത്തെ മീൻ വിശേഷങ്ങളാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള പേരുകളിലല്ലേ. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഇതാണ് ഇവിടുത്തെ ചെമ്മീൻ അടിച്ചു പൊളിച്ചത്. എന്താ പേരുകളൊക്കെ ഞാൻ പറഞ്ഞില്ലേ. നമ്മളിതിന് കൊഞ്ചു തോരൻ എന്നും പറയും. ഇനി ഇതേ കണവ മിണ്ടിപ്പാഞ്ഞത് കണ്ടില്ല എന്ന് പറയണ്ട. അത് ഇതാണ് കേട്ടോ. അതാ നല്ല തലക്കറി റെഡി ആയിരിക്കുകയാണ് കേട്ടോ. അതാ കണ്ട കണ്ട കണ്ട. അയ്യോ എനിക്കെടുത്ത് പറ്റുന്നില്ല. അമ്മ കണ്ട. ഇത് കൊഴുവയാണേ, നെത്തോലി എന്ന് പറയില്ലേ, തീരെ വറ്റിച്ചതേ. ബീഫും ഉണ്ടേ. ഇങ്ങനെ ട്രേയിൽ കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ബീഫുണ്ട്, കണവയുണ്ട്, ചെമ്മീനുണ്ട്, നെത്തോലി ഉണ്ട്. അത് തോന്നാട്ടാ, അത് മീൻകറി, ഇത് തലക്കറി, പിന്നെ ഫ്രൈ, ഇത്രയുണ്ട്. അപ്പോൾ നമുക്ക് എനിക്കൊരു കണവ വേണം, ഒരു ചൂരക്കറി. ഇവിടുത്തെ മീൻകറി ഭയങ്കര അടിപൊളിയാണെന്ന് എല്ലാവരും പറയുന്നു. വലിയ സൈസ് മീൻ വറുത്തതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് പാര എന്ന് പറഞ്ഞ മീനാണ്. മീൻ വറുത്തത് വേണ്ടാന്ന് പറഞ്ഞാണ്. എന്നിട്ട് ഇവർ കഴിക്കാൻ മേടിച്ചത് ഒരു കഷ്ണം കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാം. നല്ലൊരു മസാലയാണ് ഇതിൻ്റെ. ഇത് ഞാൻ പാര എന്ന് പറഞ്ഞില്ലേ, ആ മീനാണ്. പക്ഷെ ഇതിൻ്റെ മസാല ഭയങ്കര സൂപ്പറായിട്ടുണ്ട്. ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള പേരുകളൊക്കെയാണ് ഇവിടെ. അപ്പോൾ ഇതൊക്കെ ആരാണ് ഈ പേരൊക്കെ ഇട്ടത്? അപ്പൊ അങ്ങനത്തെ ഐറ്റൊക്കെ തന്നെയാണോ കൊടുക്കണേ? ഇന്നിപ്പോ എന്തൊക്കെയാ സ്പെഷ്യൽ? ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ഇന്ന് കൊഞ്ച്, കണവ, നെത്തോലി, ചൂര, മീൻകറി, ഫ്രൈ ഒരു 2, 3, 4, 5 ഐറ്റം ഫ്രൈ, പിന്നെ പോത്ത്, ബീഫ്, ചിക്കൻ, എല്ലാ ദിവസവും ഇതൊക്കെ ഉണ്ട്. എല്ലാ ഐറ്റവും കാണും. മെയിനായിട്ട് സീ ഫുഡാണ്. ഇപ്പൊ എത്ര വർഷമായി? ഇത് 25 വർഷം കഴിഞ്ഞു. അത് ശരി. ഇവിടെ തന്നെ ഈ ബൈപ്പാസിൽ ഇവിടെ സിംഗിൾ റോഡ് ആയിരിക്കുമ്പോഴുള്ള ഹോട്ടൽ. അന്ന് സർവീസ് റോഡ് ഇങ്ങനെയല്ല അല്ല, ഒറ്റ റോഡായിരുന്നു. ഒറ്റ റോഡായിരുന്നപ്പോഴേ ഉള്ളതാണ്. ഏതാണ്ട് 25 വർഷം കഴിഞ്ഞു. 26ാമത്തെ വർഷമാണ്. നിങ്ങൾ എല്ലാവരും ഫാമിലി തന്നെയാണ്? ഫാമിലിയാണ്. കുഞ്ഞമ്മമാരും എല്ലാം. പാചകം എല്ലാം ലേഡീസാണ്. ഞായറാഴ്ച ദിവസം തുറക്കുക? ഞായറാഴ്ച അവധിയാണ്. ഊണിനൊക്കെ എങ്ങനെയാ വില? ഊണ് 80 രൂപയാണ് ഊണിന്റെ വില. മീൻകറി 50 രൂപ തൊട്ട് അങ്ങോട്ട് മുകളിലോട്ടുള്ള എല്ലാം. ഉച്ചയൂണ് കറക്റ്റ് 12 മണിക്ക് ഉച്ചയൂണ്. രാവിലെ നമ്മൾ 7 മണി തൊട്ട് ബ്രേക്ക്ഫാസ്റ്റ് 7 മണി. രാത്രിയില്ല. ഇത് 4 മണി വരെ ഊണ്. അത് കഴിഞ്ഞ് ക്ലോസ് ആണ്. ഇങ്ങനെ ട്രേയിൽ കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ബീഫുണ്ട്, കണവയുണ്ട്, ചെമ്മീനുണ്ട്, നെത്തോലി ഉണ്ട്. അത് തോന്നാട്ടാ, അത് മീൻകറി, ഇത് തലക്കറി, പിന്നെ ഫ്രൈ, ഇത്രയുണ്ട്. അപ്പോൾ നമുക്ക് എനിക്കൊരു കണവ വേണം, ഒരു ചൂരക്കറി. ഇവിടുത്തെ മീൻകറി ഭയങ്കര അടിപൊളിയാണെന്ന് എല്ലാവരും പറയുന്നു. അതാ ഞാൻ ചൂരക്കറിയാണ് മേടിച്ചത്. ഭയങ്കര ചൂട്. എന്താണ് ഈ കണവ മിണ്ടിപ്പാഞ്ഞതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇത് മേടിച്ച്. എനിക്ക് എല്ലാ പേരും ഭയങ്കര കൗതുകമായിരുന്നു. പക്ഷെ എന്നാൽ ഈ പേരിനോട് ഒരു ഇച്ചിരി കൂടുതൽ ഇഷ്ടം, മിണ്ടിപ്പാഞ്ഞത്. എൻ്റെ ഒരു ഫ്രണ്ടേ, പുള്ളിക്കാരൻ വിജയ്, ക്യാമ്പസിൽ വർക്ക് ചെയ്യുന്ന പഠിപ്പിക്കുവാണേ. അപ്പോൾ അവരിവിടെ വന്ന് കഴിഞ്ഞ ദിവസം ഒരു 2 ആഴ്ച മുന്നേ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഫുഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്നുള്ള ഫോട്ടോയും ഈ ചേട്ടൻ്റെ നമ്പറും ലൊക്കേഷനും ഒക്കെ എനിക്ക് അയച്ചു തന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടേക്ക് വരുന്നത്. ഞാൻ ഇതിലെ കൂടെ ഒരുപാട് നടന്നിട്ടുണ്ടെങ്കിലും ഈ ചേട്ടൻ പറഞ്ഞിട്ട് 25 വർഷമായെങ്കിലും മുമ്പ് കട കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ വേറൊരു സുഹൃത്ത് ഇങ്ങനെ ഫോൺ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ വീഡിയോ എടുക്കാൻ പോകണം, പിന്നെ സ്ഥലത്തെന്ന് പറഞ്ഞപ്പോൾ ഈ സ്ഥലം പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു അവിടുത്തെ മീൻകറി ഭയങ്കര സൂപ്പറാണ്, ഞങ്ങൾ ഇടയ്ക്ക് പോയി കഴിക്കാറുണ്ട്. നമ്മൾ ഫുഡ് ബ്ലോഗിനകത്ത് നിന്നിട്ട് പോലും നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു ചെറിയ സ്ഥലം ഇത്രയും വർഷങ്ങളായിട്ട് അറിഞ്ഞില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഇപ്പം ഇത്രയും വൈകി അറിയാൻ ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ഈ കടയെ പറ്റി. പക്ഷെ ഇപ്പോൾ പറഞ്ഞപ്പോൾ എല്ലാവർക്കും അറിയാം. ഞാൻ അതുകൊണ്ട് ചൂരക്കറി, മീൻകറി ഭയങ്കര സൂപ്പറാന്ന് പറഞ്ഞുകൊണ്ട് ചൂരക്കറി ഏട്ടോ മേടിച്ചേ. കൊള്ളാം. പക്ക തിരുവനന്തപുരം സ്റ്റൈൽ മീൻകറി. കണവ മിണ്ടിപ്പാഞ്ഞത്. കൊള്ളാം, നല്ല മസാല. ഞാൻ അകത്തുനിന്ന് അവിടുന്ന് അമ്മ എനിക്ക് കുറച്ച് ചെമ്മീൻ ഇങ്ങനെ തോരൻ തന്നു പറഞ്ഞേ. ഉപ്പുണ്ടോ എരിവുണ്ടോ എന്നൊക്കെ നോക്കാൻ പറഞ്ഞിട്ട്. അപ്പം അതിനായാലും ഇതിനായാലും
നമ്മൾ സാധാരണക്കാർ ഒരു ചെറിയ വ്യത്യാസമാണ് മസാലക്കൂട്ട്. അത് എനിക്ക് തോന്നുന്നു കുരുമുളക് പൊടിയുടെ ഒരു സ്വാദ് മുന്നിട്ട് നിൽക്കും. അതിൻ്റെ ഇച്ചിരി എരിവും ഉണ്ട്, പക്ഷേ അതൊരു പ്രത്യേക ഒരു സ്വാദ്. പലയിടത്തും നമ്മൾ ചെല്ലുമ്പോൾ ഇപ്പം മീൻ വറുത്തതുണ്ടാവും, മീൻ കറി ഉണ്ടാവും. പക്ഷേ ഈ സീ ഫുഡ് ഭയങ്കര ഇഷ്ടമുള്ള ആളുകളുണ്ടാവില്ലേ, അതായത് കണവ, കൊഞ്ച്, പിന്നെ കക്ക, ഞണ്ട് അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളവർ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് അല്ല, പക്ഷെ അങ്ങനെ ഇഷ്ടമുള്ള ആളുകളുണ്ടല്ലോ, അവർക്ക് പറ്റിയ ഒരു കടയുണ്ട്. കാരണം ഈ പറഞ്ഞ എല്ലാ ഐറ്റവും ഇവിടെ എല്ലാ ദിവസവും കാണും. അതും ഫ്രഷായിട്ടുള്ള വിഞ്ഞത്ത് നേരിട്ട് എടുക്കുന്നതൊക്കെ ആയതുകൊണ്ട് നല്ല മീൻ കിട്ടുകയും ചെയ്യും. പിന്നെ ഇങ്ങോട്ട് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ലുലുമാൾ ഇവിടെ നോക്കി നമുക്ക് കാണാൻ പറ്റും. ഒരു കിലോമീറ്റർ, ലുലുമാളിൻ്റെ അടുത്ത് നിന്ന് 1 കിലോമീറ്റർ ദൂരെ ഇവിടേക്കുള്ളൂ. അപ്പോൾ സെൻറ്ററിൽ തന്നെയാണ്, ഒരുപാട് ഉള്ളിലേക്കൊന്നുമല്ല. എപ്പോഴും പറയും നിങ്ങൾ ഇടുന്ന കടകളൊക്കെ കുറച്ച് ഉള്ളിലേക്കാണെന്ന്. ഇതങ്ങനെ ഉള്ളിലേക്കൊന്നുമല്ല, മെയിൻ റോഡ് സൈഡ് തന്നെയാണ്. കോവളം, കന്യാകുമാരി ഒക്കെ പോകുന്ന ബൈപ്പാസിൻ്റെ സൈഡിൽ തന്നെയാണ് അപ്പൂസ് ഹോട്ടൽ. ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുകയാണ്. പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും വരാം.